ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചില്ലേ? അപ്പോൾ ഇത്തവണ ഞാൻ പെരുന്നാളിന് തയ്യാറാക്കിയൊരു റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള റൈസാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം തയ്യാറാക്കിയത്. ഒരു പുതിയ ഐറ്റം എന്ന് തന്നെ പറയാം. ചില്ലി ചിക്കൻ മന്തി എന്നാണ് ഇതിന് പറയുന്നത്. പേര് പോലെ തന്നെ ഈ റൈസ് കാണാൻ നല്ല മൊഞ്ചാണ് കേട്ടോ. കാണാൻ മാത്രമല്ല കഴിക്കാനും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ റൈസ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി നമുക്ക് അടുപ്പത്തേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട, ചിക്കൻ മാഗി ക്യൂബ്, കറുത്ത നാരങ്ങ എന്നിവ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ വെള്ളം നല്ല വണ്ണം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ 2 കിലോ അരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ അരി നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ റൈസിലേക്കുള്ള പച്ചക്കറികളൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം ബീൻസാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 3 ക്യാരറ്റും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 2-3 കാബേജിൻ്റെ ലീഫും കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വെള്ളം വാരാൻ വെക്കാം. പിന്നെ ഇതിലേക്ക് 2 ക്യാപ്സിക്കം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് കുതിർത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിനൊക്കെ പച്ചക്കറികൾ വഴറ്റുന്നത് പോലെ നമുക്ക് ഈ പച്ചക്കറികളൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും കാബേജും ബീൻസും അരിഞ്ഞത് നമുക്കൊന്ന് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികൾ വഴറ്റി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ മന്തിയിലേക്ക് ഞാനിവിടെ 1 കിലോ ചിക്കന് എല്ലില്ലാത്ത പീസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ചിക്കൻ മാഗി ക്യൂബും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ചിക്കൻ നല്ലവണ്ണം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മന്തി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൽ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നല്ലവണ്ണം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലെ എണ്ണയൊന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് ഈ ചിക്കനിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സോസിൻ്റെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് പകുതി ചിക്കനൊന്ന് മാറ്റി വെക്കാം. പകുതി ചിക്കൻ ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച പച്ചക്കറിയുടെ മിക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ചിക്കനും പച്ചക്കറി മിക്സും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് നിരത്തി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ച
റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച എണ്ണയിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചിക്കനും കൂടി ചേർത്തൊന്ന് നിരത്തി കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ചിക്കനിൽ നിന്നും കുറച്ച് എടുത്ത് നിരത്തി കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലേക്ക് വീണ്ടും നമുക്ക് റൈസ് വേവിച്ചതിട്ട് കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും ഒന്ന് നിരത്തി കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ പച്ചക്കറി മിക്സൊക്കെ റൈസിലേക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ റൈസും വെജിറ്റബിൾസും ഒക്കെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ നിരത്തി കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചില്ലി ചിക്കൻ മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റൈസ് റെസിപ്പി ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത കുഞ്ഞു ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.